കാഴ്ചപ്പാടുകൾ, നമ്മുടെ കുടുംബ സങ്കല്പം, നമ്മുടെ കൂട്ടുകെട്ട് വലുതാവുമ്പോൾ ആരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടിക്ക് വലിയ സന്തോഷമായി. ഇതാ സന്യാസിയുടെ വീക്ഷണം അല്ലേ? ഇതാ സന്യാസിയുടെ വീക്ഷണം. അപ്പൊ സന്യാസി ആരെ ഉപേക്ഷിക്കണില്ലേ? ആരും ഉപേക്ഷിക്കണില്ല. എല്ലാരെയും ഉൾക്കൊള്ളുക, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. മനസ്സിലായില്ല? മനസ്സിലായോ? നിങ്ങള് ഇവിടെ മിനിയാന്ന് എത്ര മണിക്ക് ഒത്തുകൂടി? രാവിലെ അല്ലേ? 8:30. അത് മുതൽ ഈ സമയം വരെ എല്ലാ വിഷയങ്ങളും പറയണ്ട, ഏകദേശം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ശ്രദ്ധിച്ചു. എത്ര പേര് വന്നു, എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞു, ആർക്ക് അവതരിപ്പിക്കാം? ഒരാൾക്ക്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അവതരിപ്പിക്കുക. ഒരു സദസ്സിനോട് അവതരിപ്പിക്കുന്ന രീതിയിൽ വളരെ വിസ്തരിച്ചൊന്നും വേണ്ട, ചുരുക്കമായിട്ട് ഇന്നിന്ന കാര്യപരിപാടി ഉണ്ടായി, ആര് പറയും? എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ. ഒരാള് ഇല്ല, ആരെങ്കിലും ഒരാൾ. എന്തായാലും ഒന്ന് പറയാം. ഇവിടെ നമ്മളിത് കഴിഞ്ഞു പോയിട്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാതെ വെറുതെ 3 ദിവസം കളയാൻ നമുക്കില്ല. സമയം ഏറ്റവും വിലയേറിയതാണ്. ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ മറുപടി പറയാം, സമയമാണ്. ദേശകാലങ്ങളെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. 2 ഘടകങ്ങളെ പറഞ്ഞു. ഒന്ന് ദേശം, 2 കാലം. ഇത് രണ്ടിനെയും വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. എന്താ ദേശത്തെ ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താണോ ലഭിച്ചിട്ടുള്ളത്, പ്രാപ്തമായിട്ടുള്ളത്, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഉപയോഗിക്കാണ്ട് എനിക്ക് അത്ര കിട്ടിയിരുന്നെങ്കിൽ ഇത്ര കിട്ടിയിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യം. എനിക്കൊരു തോട്ടം കിട്ടിയിരുന്നെങ്കിൽ അവിടെ കുരുമുളക് ഉണ്ടാക്കാമായിരുന്നു എന്നൊരാൾ പറഞ്ഞു. അയാളടുത്ത് ഇപ്പോൾ ഒരു ചട്ടി വലുപ്പമേ ഉള്ളൂ, ഒരു ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ. അതിലയൊക്കെ കുരുമുളക് ഉണ്ടായിക്കൂടെ? ഇല്ല. തോട്ടമൊക്കെ കിട്ടുമ്പോൾ തോട്ടത്തിൽ ഉണ്ടാക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ, അതുള്ളതിൽ ഉപയോഗിക്കണ്ടേ? നിങ്ങൾക്കറിയില്ലേ കുറ്റിക്കുരുമുളകില്ലേ? ഇല്ല. നല്ല പോലെ ഉണ്ടാവും, കായ ഉണ്ടാവും, നല്ല പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വലിയ സ്ഥലം കിട്ടിയോ തോട്ടം ഉണ്ടാക്കാലോ. ഇപ്പം നമുക്കൊരു സമയം നമ്മളെ കൈവശം വന്നു, ഒരു നിമിഷം ഇനി തിരിച്ചു വരുമോ ജീവിതത്തിൽ? ഇന്നത്തെ ഉദയം ഇനി ജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരുമോ? നാളത്തെ ഉദയമില്ലേ സ്വാമി? നാളത്തെ ഉദയം ഇന്നത്തെ ഉദയം കഴിഞ്ഞു. ജീവിതത്തിൽ ഒരു നിമിഷം പോലും തിരിച്ചു വരില്ല. അതുകൊണ്ട് സമയത്തിൻ്റെ വില, ദേശത്തിൻ്റെ വില, ദേശം, കാലം, ഇവ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തെ വിജയിപ്പിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് 3 ദിവസം ലഭിച്ച അറിവുകൾ അത് വെറൊരു തുടക്കം മാത്രമാണ്. അതിൻ്റെ തുടർച്ച നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില ചിട്ടകൾ ജീവിതത്തിൽ പാലിക്കുക.
എന്തെങ്കിലും ഇന്നതെന്ന് പറയുന്നില്ല. അത്യാവശ്യം ലളിതങ്ങളായ ആസനങ്ങൾ നമുക്ക് ചെയ്യാം. ലഘുവായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രാണായാമം ചെയ്യാം. കുറച്ചെന്തെങ്കിലും ജപം ദിവസം ചെയ്യാം. അല്പം എന്തെങ്കിലും പാരായണം ചെയ്യാം. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്നതോട് ഒന്നിച്ച് ഇതെല്ലാം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലെ ആശയങ്ങൾ, അറിവ് ഒക്കെ മാറ്റി വെച്ചോളൂ. നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മശക്തി വർദ്ധിക്കും എന്ന് മാത്രമല്ല, ശരിക്കും അപഗ്രഥന ശക്തി കൂടുതലാവും സംസ്കൃതം പഠിക്കുന്നുണ്ടെങ്കിൽ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ഓർമ്മശക്തിയും കൂടും, എന്തിനേയും അനലൈസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പം നിങ്ങളിപ്പോൾ 10 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് 5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ബാക്കി 5 മണിക്കൂർ കളിക്കാം. കുത്തിയിരുന്ന് 10 മണിക്കൂർ പഠിക്കാതെ സുഖമായിട്ടൊരു 3 മണിക്കൂർ പഠിച്ച് ബാക്കി 7 മണിക്കൂർ കളിക്കാം. എന്താ സാധിക്കില്ല? അത് ഏകാഗ്രത വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആചരണം നമ്മുടെ ജീവിതത്തിൽ വെക്കണം. എന്തെങ്കിലും ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പാരായണോ, അല്ലെങ്കിൽ ഒരു ജപമോ, അല്ലെങ്കിൽ ഒരു പ്രാണായാമോ, അല്ലെങ്കിൽ ആസനങ്ങളോ, എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരാൾ ചെയ്യുന്നതന്നെ വേറൊരാൾ ചെയ്യണമെന്ന് പറയുന്നില്ല. നമ്മൾ കണ്ടെത്തണം. ഞാൻ നല്ലൊരു ഉള്ളു തട്ടിയൊരു അനുഭവം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയതാണ്. അപ്പോൾ ഒരു വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ. ആ വീട്ടിൽ കുറേ ഫ്ലാറ്റുകൾ ഉള്ളൊരു അപ്പാർട്ട്മെൻ്റാണ്. അവിടെ വളരെ പൊക്കത്തിലാണ്. 15-ാമത്തെയോ 16-ാമത്തെയോ ഫ്ലോറിലാണ് വീട്. അത്രയും പൊക്കത്തിലാണ്. അപ്പം വീടിൻ്റെ വാതിൽ അകത്തേക്ക് കടക്കുന്നിടത്ത് വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. ആ വീട്ടിലെ അച്ഛനമ്മമാർ അവിടെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ആരെ? ചിദാനന്ദപുരി സ്വാമിയെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അവരൊരു നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തളികയിൽ ഭസ്മവും പൂവൊക്കെ ഉണ്ട്. എന്തോ ഈ സമയത്ത് ഒരു കൊച്ചു മോള്, ഒരു 3.5 വയസ്സ് 4 വയസ്സുണ്ടാവും, അതിൽ കൂടുതലില്ല. ഏറി വന്നാൽ 4.5 വയസ്സ്, അതിൽ കൂടുതലില്ല. സ്കൂളിൽ ചേരാനുള്ള പ്രായമായിട്ടില്ല. അതിനേക്കാൾ ചെറിയ കുഞ്ഞാ. ഈ കുഞ്ഞ് എൻ്റെ കൈ പിടിച്ച് വലിക്കുക, വരൂ സ്വാമി, വരൂ സ്വാമി. ആദ്യമായിട്ട് കാണുക നമ്മളാ കുഞ്ഞിനെ. അപ്പം അച്ഛനമ്മമാരെന്താ ചെയ്യുന്നത്? ഈ സ്വാമിയെ പാദപൂജ ചെയ്തിട്ട് സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ വിളക്കും ഒക്കെ ആയിട്ട് അവർ നിൽക്കുക. അപ്പം ഞാൻ ഈ അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കൃത്രിമമായിട്ട് ചെയ്യാം, തട്ടിപ്പായിട്ട് ചെയ്യാം. എന്നാൽ ഈശ്വര സ്വരൂപിയായിട്ടുള്ള കുഞ്ഞുമോള് അവളാണ് നമുക്ക് പ്രമാണം. അതുകൊണ്ട് നിങ്ങളെ പൂജയൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്തോളൂ, ഞാൻ ഇവളെ ഒന്നിച്ച് പോകാമെന്നും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. ഇത് കഥയെല്ലാം ഉണ്ടായ സംഭവമാണ്. എനിക്ക് അത്ഭുതം, ഈ കുട്ടി എങ്ങോട്ട് തന്നെ പിടിച്ചു കൊണ്ടുപോണത്. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണ്, 4 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിയുടെ റൂമിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അവിടെ ജനവാതിലിൻ്റെ മുകളിൽ ഒരു 3 വടി ഇങ്ങനെ കെട്ടിയിട്ട്, കമ്പി കൊണ്ടത് കെട്ടിയിട്ടുണ്ട്.
എന്നിട്ട് ഈ 3 വടിയുടെ പുറത്തൊരു 2-3 വടി ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ 2-3 സ്റ്റീലിൻ്റെ കട്ടോരി വെച്ചിട്ടുണ്ട്. ഒന്നിൽ വെള്ളം, ഒന്നിൽ കുറച്ച് ചോറ്, ഒന്നിൽ 2-3 ഇങ്ങനെ കഷ്ണമായിട്ട് റൊട്ടി ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. ഇത് കാണിക്കാനാ എന്നെ പിടിച്ച് കൊണ്ടുപോയത് കുട്ടി. ഇത് ഞാൻ ഉണ്ടാക്കിയതാ സ്വാമി. സന്തോഷം. സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ട് ഉണ്ടാക്കിയതാ. ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, സ്വാമി പറഞ്ഞില്ലേ പക്ഷികൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും കാക്കകൾക്കും കോഴികൾക്കൊന്നും വേണ്ട, നമ്മളെ ചുറ്റുപാടുള്ള ജന്തുക്കൾക്ക് കൊടുക്കണമെന്ന്. അത് കേട്ടിട്ട് ഞാൻ ചെയ്തതാ. അപ്പം ചോദിച്ചു, സ്വാമി മോളെ സ്വാമി ആദ്യം കാണുകയാണല്ലോ, പിന്നെ മോൾക്ക് എങ്ങനെയാണ് സ്വാമീനെ ഇത്ര പരിചയം? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ദിവസവും സ്വാമിയുടെ പ്രഭാഷണങ്ങൾ അച്ഛനും അമ്മയും വീട്ടിൽ വെക്കാറുണ്ട്, വലിയ സ്ക്രീനിൽ വീട്ടിൽ വെക്കാറുണ്ട്. അപ്പം ഞാൻ ദിവസവും സ്വാമീനെ കണ്ട് എനിക്ക് പരിചയമാണ്. അപ്പം അച്ഛനും അമ്മയും കേൾക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടി കേട്ടിരിക്കുക പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച്. ആ പഞ്ചമഹായജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഭൂതയജ്ഞത്തെക്കുറിച്ച് ആ കുട്ടിയുടെ മനസ്സിൽ അത് തട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് പറയുമ്പം ഭൂമി പോലും ഇല്ല, ഉണ്ടോ? 16ാമത്തെ നിലയിലാ. പക്ഷേ അത് കണ്ടെത്തി എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ദിവസവും പക്ഷികൾ വരും, പറന്ന് വരും, അവിടെ ഇരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, വെള്ളം കുടിക്കും, പോവും. കാണുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ? അല്ല, അപ്പം 4 വയസ്സായ കുട്ടിക്ക് അത് സാധിക്കുക, നമുക്ക് എന്തൊക്കെ സാധിക്കും? സാധിക്കില്ല. പലതും സാധിക്കില്ലേ? ഇല്ല. സ്വാമിക്ക് വളരെ പരിചയമുള്ള ഒരാളുണ്ട്. അയാൾ കാനഡയിലാണ്. ഒരുപാട് സേവാപ്രവർത്തനം ചെയ്യുന്ന ആളാണ്, ഒരുപാട്. അപ്പം ഒരു 2017 അവരെ മോള് നമുക്കിവിടെ +2 തുല്യമായിട്ടുള്ള പഠിക്കൽ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് ചേരാൻ പോകും. ഇപ്പം ചേരാൻ പോകുന്നതിന് മുമ്പ് ഈ അച്ഛൻ മകളോട് പറഞ്ഞു, മോളെ നീ യൂണിവേഴ്സിറ്റി ചേരുന്നതിന് മുമ്പ് ഒരു 3-4 മാസം എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും സേവ ചെയ്യണം, കഷ്ടപ്പെടുന്നവരുടെ കൂടെ ജീവിക്കണം, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അറിയണം. ഒന്നുകിൽ ആഫ്രിക്കയിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു, ഞാൻ അട്ടപ്പാടി പോവാമെന്ന് പറഞ്ഞു. അട്ടപ്പാടി അറിയാമോ? എവിടെയാ? പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി. അപ്പോൾ അട്ടപ്പാടിയിൽ ധാരാളം വനവാസി ഊരുകളുണ്ട്, ഞങ്ങളവിടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി 2 കുട്ടികളെ വേറെയും സംഘടിപ്പിച്ച് അങ്ങനെ 3 പെൺകുട്ടികൾ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഒറ്റയ്ക്കാണ്, ആരുമില്ല, വേറെ ആരുമില്ല. അവർ വന്ന് അവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേരളത്തിൻ്റെ രീതിയെ പരിചയമില്ല. ജനിച്ചതും വളർന്നതും ഒക്കെ കാനഡയിലാണ്. അവിടുത്തെ ജീവിത രീതിയെ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. പക്ഷേ കുട്ടിക്ക് മലയാളം അറിയാം, വീട്ടിൽ മലയാളം പറയുന്നത് കൊണ്ട് മലയാളം അറിയാം. അവർ വന്ന് ഒരു 3 മാസം അട്ടപ്പാടിയിൽ പല ഊരുകളിൽ പോയി ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരെ കൂടെ ഭക്ഷണം കഴിച്ച്, അവരെ കൂടെ വെള്ളം കുടിച്ച്, അവരെ കൂടെ ജീവിച്ച് അവരിലൊരാളായി താമസിച്ചു. വനവാസികളിൽ ഒരാളായി താമസിച്ചു. അവരെ കൂട്ടത്തിൽ കട്ടിലുണ്ടാവുക, കിടക്കുണ്ടാവുക, ഒന്നുമില്ല. അവിടെ കാനഡയിലെ എല്ലാം നല്ല നല്ല ഒന്നാം തരം സംവിധാനത്തിലും സൗകര്യത്തിലും കഴിഞ്ഞവരാ. അത്തരം സൗകര്യങ്ങൾ വല്ലതും ഉണ്ടാവുക? ഒന്നുമില്ല. ഊരുകളിൽ കൂടെ കഴിഞ്ഞു. എന്നിട്ട് അവർ മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയാണ് കുറവുള്ളത്. എന്നിട്ട് കാനഡയിൽ പോയിട്ട് പല ഓർഗനൈസേഷനുകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി. 2 കുടിവെള്ള പദ്ധതി കുട്ടികളുണ്ടാക്കി. വലിയ കിണർ, പമ്പ് സെറ്റ്, ടാപ്പ് എല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞു അവർ 2018 വന്നു.
18 വന്നപ്പോൾ കുറച്ച് ദിവസത്തേക്കാണ് വന്നത്. അപ്പോഴാ വെള്ളപ്പൊക്കം, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ 2018? ഇല്ല? ആ, അത് നിങ്ങൾ ചിലരൊക്കെ ചെറിയ മക്കളായിരിക്കും, ചിലരൊക്കെ വലിയ കുട്ടികളുണ്ട്. 2018 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി കേരളത്തിൽ. ആ വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ വന്നു. അപ്പം ഇവർ അച്ഛനോടോ അമ്മയോടോ ഒന്നും പറയാതെ കാനഡയിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് കുറേ പൈസ പിരിച്ച് ആ പൈസ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഊരുകളിൽ വേണ്ട സേവാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ ചെയ്യാൻ കഴിയും, പലതും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മളെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാണ്ട് ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും. ജനിച്ച് മരിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ജനിച്ചാൽ എല്ലാവരും മരിക്കില്ലേ? അതുപോലെ നമ്മളും ജനിച്ചു, നമ്മളും മരിച്ചു, വല്ല കാര്യമുണ്ടോ? എന്തിനാ ജീവിച്ചതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട ആ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് ഗുണമാവുന്നത് ചെയ്യണ്ടേ? കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? പലതും ചെയ്യാൻ കഴിയും, പലതും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒന്നും ചെയ്യണ്ട, പരസ്പരം പൂരകമാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കുക. ഒരാളൊരു പച്ചക്കറി കട വെച്ചു, വേറൊരാൾ പച്ചക്കറി കട വെക്കുക അല്ല വേണ്ടത്. വേറൊരാൾ മസാല കട വെക്കുക, വേറൊരാൾ സ്റ്റേഷനറി കട വെക്കുക. അപ്പം എല്ലായി സഹകരണമായി. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ നമുക്കൊക്കെ ചെയ്യാൻ കഴിയും വലിയ വലിയ കാര്യങ്ങൾ. പക്ഷെ ജീവിതത്തിലൊരു വീക്ഷണം ഉണ്ടാവണം. ശരി, വളരെ സന്തോഷം. 3 ദിവസമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. കൂടുതൽ തിരിച്ചറിയാനും നല്ല മനുഷ്യരാവാനും സാധിക്കണം. നല്ല മനുഷ്യരാവാൻ. എന്നിട്ട് നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിൽ ആയിക്കോളും. നല്ല ജേർണലിസ്റ്റ് ആവണം, നല്ല ടീച്ചറാവണം, നല്ല കച്ചവടക്കാരാവണം, നല്ല ബിസിനസ്സുകാരാവണം. വേണ്ടേ? വേണ്ട? നല്ല ഡോക്ടേഴ്സ് ആവണം, നല്ല എൻജിനീയേഴ്സ് ആവണം, നല്ല കൃഷിക്കാരാവണം. നല്ല കൃഷിക്കാർ ഏറ്റവും അടിസ്ഥാനമാണ്. നല്ല കച്ചവടക്കാരൊക്കെ ആവണം. പിന്നെ നല്ല സന്യാസിമാരും ആവണ്ടേ? വേണ്ട? വേണ്ട. എന്താ അഭിപ്രായം? അതിനാർക്കും താല്പര്യമില്ല അല്ലേ? എല്ലാ മേഖലയിലും നമ്മൾ ഉയർന്നു വരണം, എല്ലാ മേഖലയിലും. നല്ല രാഷ്ട്രീയക്കാരാവണം. വേണ്ട? വേണ്ടേ? ചെറുപ്പത്തിലെ ജീവിതത്തിലെ വീക്ഷണം ഉണ്ടാക്കണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ ഒഴുക്കപ്പെട്ടവരാവരുത്. ഇന്ന് പൊതുവെ ഒഴുക്കാ കൂടുതൽ. ഒഴുക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? SLC-യിൽ നല്ല മാർക്ക് മേടിക്കും, നല്ല മാർക്ക് കിട്ടിയവരൊക്കെ സയൻസ് ഗ്രൂപ്പിന് പോകും. സയൻസ് ഗ്രൂപ്പിന് പഠിച്ചു നല്ല മാർക്ക് കിട്ടിയ ഉടനെ ഒരു എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് ഇല്ലേ? മെഡിക്കൽ, എന്താണ് മെഡിക്കൽ, പിന്നെന്താ എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതിന് പോയാൽ പറ്റുക. എന്നിട്ട് അതിന് കിട്ടുന്നവരൊക്കെ പിടിച്ച് ഡോക്ടറാവും. ഇല്ല അച്ഛാ വേറെ ശരി ഏല സ്വാമി ഇപ്പം എന്താ നീ പഠിക്കുന്നടോ? ഞാൻ റിപ്പീറ്റാ. എന്ത് റിപ്പീറ്റ്? അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ? അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. എന്താ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അല്ല സ്വാമി, കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയപ്പോൾ പൊട്ടി, അത് റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ ഒഴുക്കപ്പെട്ടവരാവരുത്. നമ്മുടെ അഭിരുചി ഏതാണെന്ന് മനസ്സിലാക്കി ആ ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകണം. നല്ല ഡാൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടത്തിലുണ്ടാവും ഇല്ലേ? ഇല്ല? ഈ കൂട്ടത്തിൽ ഡാൻസർമാരുണ്ടോ? ഉണ്ട്. 1 2 കുറേ പേരുണ്ട് ഡാൻസ് ചെയ്യുന്നത്. നന്നായി. അപ്പം നല്ല ഡാൻസറായാൽ മതി, വേറെ ഒന്നിനും പോണ്ട. നല്ല ചില്ലറുണ്ടാക്കാം, നല്ല ചില്ലറുണ്ടാക്കാം. നല്ല ഡാൻസർമാർക്കൊക്കെ എന്താ റേറ്റ്? ശരിയല്ല? മാസത്തിലൊരു 2 ഡാൻസ് കിട്ടിയാൽ മതി. നമ്മൾ
ജില്ലാ കലക്ടർമാർക്ക് കിട്ടുന്നതിനേക്കാൾ ശമ്പളം കിട്ടും, പൈസ കിട്ടും. ഇല്ല, ഉണ്ടോ ഇല്ലയോ? പക്ഷെ നല്ല ഉഷാറാവണം, നല്ലേ ഉള്ളൂ. നല്ല പാട്ടുകാർ, പാട്ടിൽ എത്ര പേർക്ക് അഭിരുചിയുണ്ട്? 1 2. നല്ല പാട്ടുകാരായാൽ മതി, നല്ല പാട്ടുകാരാവുക, ഇരിക്കുക. ഞാൻ ഒരു പാട്ടുകാരനെ പറ്റി പറയാം. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു പാട്ടുകാരൻ, മരിച്ചുപോയി, ഡോക്ടർ ബാലമുരളീകൃഷ്ണ. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഗായകനാണ്. യേശുദാസിനെ ബഹുമാനമില്ലേ? യേശുദാസിനെ വളരെ ബഹുമാനമുണ്ട്, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ബാലമുരളീകൃഷ്ണയാണ് ആദ്യം മനസ്സിൽ വരിക, അത് കഴിഞ്ഞേ വേറൊരാൾ വരുള്ളൂ. ബാലമുരളീകൃഷ്ണയ്ക്ക് എത്ര ഡോക്ടറേറ്റാണെന്നറിയാമോ? 9 ഡോക്ടറേറ്റാണ്. PhD ഡീലിറ്റ് എന്നും പറഞ്ഞിട്ട് 9 ഡോക്ടറേറ്റ് ഉണ്ട്. നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഭാരതത്തിൻ്റെ ബഹുമാനങ്ങൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പറയാൻ പറ്റുമോ? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ 3 കിട്ടി. ഭാരതരത്നം കിട്ടിയിട്ടില്ല. ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ബഹുമതി ഷെവലിയർ. ഇനി ഭാരതത്തിൽ ഒരു സംഗീതജ്ഞന് ഇതിൽ പരം ബഹുമാനം കിട്ടാനില്ല. അങ്ങനെയുള്ള എല്ലാ അവാർഡുകളും കിട്ടി. ഇതൊന്നുമല്ല, വേറൊന്ന് പറഞ്ഞുതരാം. അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയ രാഗങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് കുറേ പേര് PhD മേടിച്ചു. കുറേ പേർക്ക് PhD കിട്ടിയിട്ടുണ്ട് ബാലമുരളീകൃഷ്ണൻ ഉണ്ടാക്കിയ രാഗങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട്. ഇത്രയും കേട്ടില്ലേ? ഇനി ചോദിക്കട്ടെ, അദ്ദേഹം എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്നറിയോ? അറിയാം? 1-ാം ക്ലാസ്സിൽ. ഇതിനു മുകളിൽ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ടെന്ന് ജീരാൻ്റെ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞേക്കരുതേ. അങ്ങനെ ആരും തിരിച്ചു പറയരുത്. അങ്ങനെയല്ല, അവനവൻ്റെ മേഖലയിൽ ഉയരുക വേണ്ടതെന്നാണ് പറയണത്. 1-ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. സ്വാമി കള്ളം പറയല്ലേ സ്വാമി, 4-ാം ക്ലാസ് വരെ പഠിച്ചു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുള്ളത്. ശരിയാ, ബയോഗ്രഫിയിലൊക്കെ പറയണത് 4-ാം ക്ലാസ് വരെ പഠിച്ചു എന്നാണ്. സത്യം 1-ാം ക്ലാസ് വരെയേ ഉള്ളൂ. പിന്നെ എങ്ങനെ അത് വന്നു എന്നറിയോ? പറഞ്ഞുതരാം, അതിനൊരു കഥ ഉണ്ട്. ഒരു ദിവസം മുരളീകൃഷ്ണയുടെ വീട്ടിലേക്ക്, ബാല എന്നുള്ള പേര് പിന്നെ ഗുരുനാഥൻ കൊടുത്തതാ, മുരളീകൃഷ്ണയുടെ വീട്ടിലേക്ക് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും എല്ലാ ടീച്ചേഴ്സും കൂടി വന്നു. എന്നിട്ട് അച്ഛനെ കണ്ടിട്ട് തൊഴുതിട്ടൊരു അപേക്ഷ, ദയവ് ചെയ്ത് നിങ്ങളുടെ മോനെ സ്കൂളിൽ പറഞ്ഞയക്കരുതേ. അച്ഛന് വലിയ സങ്കടമായി. അങ്ങനെ പറയരുത്, അവൻ സ്കൂളിലേക്ക് വന്നോട്ടെ, വരരുത്, അവനെ ദയവ് ചെയ്ത് പറഞ്ഞയക്കരുത്. നിങ്ങളെ മകൻ സ്കൂളിൽ വരികയാണെന്ന് വെച്ചാൽ സ്കൂൾ ഞങ്ങൾക്ക് പൂട്ടി പോകേണ്ടി വരും. കാരണം ഒരു കുട്ടി പോലും ക്ലാസ്സിൽ കയറുന്നില്ല. യവൻ പുറത്തിരുന്ന് പാട്ട് പാടും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പം എല്ലാ കുട്ടികളും വട്ടം കൂടി ഇരുന്ന് പാട്ട് കേൾക്കും. അധ്യാപകർ വന്ന് ചോറിലുണ്ട് നല്ല അടി കൊടുത്താൽ, അക്കാലത്തൊക്കെ നല്ല അടി അടിക്കും ചോറിലുണ്ട്. ഏതാ കാലം എന്നറിയോ? 1935. 1930 ബാലമുരളീകൃഷ്ണൻ ജനിച്ചത്. ഈ സംഭവം 1935. 5 വയസ്സ്. അപ്പൊ പാട്ട് പാടുന്നത് കേട്ടിട്ട് ടീച്ചർമാർ വന്ന് നടുപ്പുറത്ത് ചൂരിലോട്ട് അടിച്ചാലും കുട്ടികൾ ക്ലാസ്സിൽ പോകില്ല, ഈ പാട്ടും കേട്ടിരിക്കും. അപ്പൊ ക്ലാസ്സിൽ കുട്ടികളില്ലാത്ത ക്ലാസ് നടക്കുക. അപ്പൊ സ്കൂള് പൂട്ടേണ്ടി വരും. അപ്പൊ അച്ഛൻ കരഞ്ഞു, പറഞ്ഞു അയ്യോ എങ്ങനെയെങ്കിലും. അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു 4-ാം ക്ലാസ് വരെ ഞങ്ങൾ അവൻ്റെ പേര് വെട്ടൂല. കാരണം 4-ാം ക്ലാസ് വരെ സ്കൂളിൽ ഉണ്ട് ക്ലാസ്, 5-ന് വേറെ സ്കൂളിൽ പോകണം. അങ്ങനെയാണ് സ്കൂൾ റെക്കോർഡ്സിൽ 4-ാം ക്ലാസ് വരെ പേര് വന്നത്. സത്യത്തിൽ ഒരു ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹം സഞ്ചരിക്കാത്ത ലോക രാജ്യങ്ങളില്ല, അദ്ദേഹം പാടാത്ത രാജ്യങ്ങളില്ല. 30,000-ത്തിലധികം കച്ചേരി. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തമായി 6-7 രാഗങ്ങൾ ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അനേകം പേര് PhD മേടിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളാരും സ്കൂളിൽ പോകണ്ട, 1-ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നാണോ? അല്ല. പിന്നെ എന്താ പറഞ്ഞേ? അവനവൻ്റെ കഴിവ് ഏത് മേഖലയിലാണോ അതിൽ നമ്മൾ വളരണം. എല്ലാവർക്കും മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവില്ല,
എല്ലാവർക്കും ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടാവില്ല, എല്ലാവർക്കും ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ടാവില്ല. ഏതാണോ നമ്മുടേത് അതിൽ നമ്മൾ ഉയരണം. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലാണ്ട് എല്ലാവരും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ ശരിയാവുക? ഇല്ല. എല്ലാവരും കമ്പൗണ്ടർ ആവണമെന്ന് പറഞ്ഞാൽ ശരിയാവും? ഇന്ന് കമ്പൗണ്ടർ ഇല്ലപ്പോൾ, ഇന്ന് നേഴ്സാണ് കമ്പൗണ്ടറുടെ സ്ഥാനത്ത്. പണ്ട് കോമ്പൗണ്ടറായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ശരിയാവില്ല. അവനവൻ്റെ അഭിരുചി അനുസരിച്ച് കണ്ടെത്തണം. നിങ്ങൾക്ക് എത്ര പേർക്ക് നല്ല ജേർണലിസ്റ്റ് ആവാൻ താല്പര്യമുണ്ട്? ആരുമില്ല. എടാ ആരുമില്ല നല്ല ജേർണലിസ്റ്റ്. അറിയാണ്ട് പറയാൻ കൈ നോക്കണ്ട. പോട്ടെ, നല്ല ടീച്ചർ, അതൊന്നും പോലെ. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പല പണിയുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഉണ്ട്, നോർമൽ സാധാരണ പത്രങ്ങളും മീഡിയയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ ചിലതൊക്കെ ജീവൻ പണയം വെച്ചൊക്കെ ചെയ്യേണ്ടി വരും. ജീവൻ പണയം വെച്ചൊക്കെ ചെയ്യേണ്ടി വരും. ചില ഭീകരന്മാരുടെ നടുക്ക് നുഴഞ്ഞു കയറിയിട്ട് സ്പെഷ്യൽ സ്റ്റോറീസ് ഉണ്ടാക്കാനൊക്കെ വലിയ ചലഞ്ചാ അത്. നമ്മളെ സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്ന ശക്തിയായി തീരാൻ പറ്റും ജേർണലിസ്റ്റ് ആയാലും. പോട്ടെ, നല്ല ടീച്ചർ ആവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നല്ല ടീച്ചർ ആവാൻ 1, 1.5, 2, 3, 4, 5. ശരി, നല്ല ടീച്ചറാവാൻ. എത്ര നല്ലതാ ടീച്ചറാവുക എന്ന് പറഞ്ഞാൽ. അത്ര നല്ലത് വേറെ എന്താ ഉള്ളത്? ഞാൻ ഒരു അനുഭവം പറഞ്ഞുതരാം. സമയം വൈകി പോവുകയെ. ഒരനുഭവം പറഞ്ഞുതരാം. ആശ്രമത്തിൽ എപ്പോഴും വന്ന് താമസിക്കുന്നൊരു ആളുണ്ട്. അദ്ദേഹം കോഴിക്കോട് വന്നാൽ ആശ്രമത്തിൽ വരും, താമസിക്കും, പോകും. അദ്ദേഹം സിവിൽ സർവീസിലായിരുന്നു. കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടറായിരുന്ന ആളാണ്. മിക്ക ജില്ലകളിലും അയാൾ ജില്ലാ കളക്ടറായിരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. IAS ആണ്. മനസ്സിലായല്ലോ? IAS വലുതല്ലേ? ഇല്ലേ? അല്ല, IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇതല്ലേ, ഹെൽത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, അവിടെ റിട്ടയർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആശ്രമത്തിലുള്ളപ്പോൾ നമ്മൾ പരിപാടിക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം കൂടെ വരും. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടെ വരുമായിരുന്നു. അവിടെ ഇല്ല, അതുകൊണ്ടാണ് വരാൻ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് പോയതാണ്. ഇപ്പോൾ സ്ഥലത്ത് പോയപ്പോൾ പ്രഭാഷണം കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരാൾ കൈ പൊന്തിച്ചിട്ട് മാഷേന്ന് വിളിച്ചു ഇദ്ദേഹത്തെ. എനിക്ക് വലിയ അത്ഭുതമായി. കാരണം ഇദ്ദേഹം ജില്ലാ കളക്ടറായിരുന്നു, അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോൾ സിവിൽ സർവീസിലുള്ള ഒരാൾ മാഷേന്ന് എന്താ വിളിച്ചത്? അത് നമ്മൾ സംസാരിച്ചു. അപ്പം ഞാനത് കഴിഞ്ഞ് നിങ്ങളെന്താ മാഷേന്ന് വിളിച്ചത്? അത് സ്വാമി, ഞാൻ MA കഴിഞ്ഞ ഉടനെ വടകര മടപ്പള്ളി കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് കയറി. അങ്ങനെ കോളേജിൽ ടീച്ചറായിരിക്കുന്ന സമയത്താണ് എനിക്ക് IAS കിട്ടിയത്. അങ്ങനെയാണ് IASന് പോയത്. റിട്ടയർ ചെയ്ത് അന്ന് IASൻ്റെ വില പോയി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ബഹുമാനിക്കുമോ? എന്താ അഭിപ്രായം? ഇപ്പോൾ നമ്മളൊക്കെ ജില്ലാ കളക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കും. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ബഹുമാനിക്കുമോ? വലിയ പോലീസ് ഓഫീസർ, IPS ഓഫീസർ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ബഹുമാനിച്ച് നിൽക്കും, ഇല്ലേ? ഇല്ല. ഇപ്പോൾ സൂപ്രണ്ട് വന്നു, IG വന്നു, DGP വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനിച്ച് നിൽക്കില്ലേ? റിട്ടയർ ചെയ്താലോ ഒരു വിലയില്ല. റിട്ടയർ ചെയ്യുന്ന അന്ന് വരെയുള്ളൂ, അത് കഴിഞ്ഞാൽ എന്ത് വില? ഒരു വിലയില്ല. പക്ഷേ മാഷാണെങ്കിലോ മരിക്കണ വരെ ആ വില പോവില്ല. പോവോ? അപ്പോൾ അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അല്ല? അപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ട് നല്ല അധ്യാപകരായിക്കൂടെ? നല്ല കൃഷിക്കാരനാവണമെന്ന് ആഗ്രഹമുള്ളതാരാ? നല്ല കൃഷി, നമ്മളെല്ലാം ശാപ്പാട് തന്ന് ഭക്ഷണം തന്ന് ഓട്ടുന്നതാ കൃഷിക്കാർ. ആരുമില്ല.
ആരുമില്ല. അത് സങ്കടമായി പോയല്ലോ. ആർക്കും കൃഷിക്കാരാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ. ശരി, ഇനി നല്ല കച്ചവടക്കാരാവാൻ ബിസിനസ്സിൽ അതുമില്ലേ? ബിസിനസ് താല്പര്യമില്ല. 10 പേർക്ക് ശമ്പളം കൊടുത്ത് എന്ത് സുഖ, ഒരു 100 പേർക്ക് ശമ്പളം കൊടുത്ത് എന്തൊരു സുഖ. ഈ ശമ്പളം വാങ്ങുക എന്നുള്ള അത്ര സുഖമില്ല. നേരെ മറിച്ച് ഒരു 1000 പേർക്ക് ശമ്പളം കൊടുത്ത എന്ത് സുഖ. ഏ ഏ പൈസ പോവാനോ? അയ്യോ പൈസ പിന്നെ എങ്ങനെയാ ഉണ്ടാക്കുക? അംബാനി വിചാരിച്ചതാ ബിസിനസ് ചെയ്താൽ പൈസ പോകും എന്ന് വിചാരിച്ചാൽ അംബാനി ഉണ്ടാവുക? അദാനി വിചാരിക്കുക ഞാൻ ബിസിനസ് ചെയ്താൽ പൈസ പോകുമെന്ന് വിചാരിച്ചാൽ അദാനി ഉണ്ടാവുമോ? പറയൂ. ടാറ്റ ഉണ്ടാവുമോ? ബിർള ഉണ്ടാവുമോ? അങ്ങനെ ചിന്തിക്കരുത്. അല്ലെങ്കിൽ പൈസ എവിടുന്ന് പോകാനാ? പൈസ ഉണ്ടാക്കിയിട്ടല്ലേ പോവുക. അപ്പം ആദ്യം ഉണ്ടാക്കണ്ടേ? നല്ല ബിസിനസ്സുകാരുണ്ടാവണം ധാരാളം, എല്ലാ മേഖലയിലും ഉയരണം. അതുപോലെ നല്ല രാഷ്ട്രീയക്കാരാവാൻ ആർക്കും താല്പര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ MLA യോ മന്ത്രിയോ മെമ്പർ ഓഫ് പഞ്ചായത്തോ മെമ്പർ ഓഫ് പാർലമെൻറ്റോ ഒക്കെ MP മാരാ? ഒന്നുമില്ല. എന്താ ചെയ്യുക? മടിയന്മാരായിട്ട് ഒരു പണിയും ചെയ്യാണ്ടിരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അതുമില്ല. സമാധാനം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും അത് പോട്ടെ, പട്ടാള ഓഫീസറാവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അത് നന്നായി, നല്ല ഉഷാറായിട്ട് നല്ല ചെയ്യണം. നല്ലതാ, രാഷ്ട്രത്തെ സേവിക്കാൻ പറ്റിയതാ. കൈതാത്ത. അപ്പോൾ ഡാൻസായി പാട്ടായി അവിടെ നിന്ന് കണ്ട് പലത് വന്നു. പട്ടാളത്തിലേക്ക് കുറേ പേർക്ക് താല്പര്യമുണ്ട് ഇല്ലേ? പോലീസിലോ? പോലീസ് നല്ല വ്യായാമം ചെയ്യണം, തടിയൊക്കെ ഉഷാറാക്കണം. നല്ല വ്യായാമം ചെയ്ത് തടിയൊക്കെ ഉഷാറാക്കണം കേട്ടാ. ലക്ഷ്യം വെച്ചാൽ മതി, ലക്ഷ്യം വെച്ചാൽ സാധിക്കും. ലക്ഷ്യം വെച്ചാൽ സാധിക്കും. ഒന്നേ പറയാനുള്ളൂ, ഉയർന്ന ലക്ഷ്യം ജീവിതത്തിൽ വേണം. നിങ്ങൾ ദിവസം ചൊല്ലാൻ പറ്റിയൊരു വേദഭാഗം പറഞ്ഞുതരാം. ശ്രീരുദ്രം. ശ്രീരുദ്രം അറിയോ? ശ്രീരുദ്രത്തിൽ 2 അധ്യായങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് നമകം, ഒന്ന് ചമകം. അതിൽ ചമകത്തിൽ എന്താണെന്നറിയോ? എനിക്ക് അത് വേണം, ഇത് വേണം. എനിക്ക് ഉദാഹരണം പറയാം. പണം വേണം, സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് കുതിരയെ വേണം, എനിക്ക് ആടിനെ വേണം, എനിക്ക് പശുവിനെ വേണം, എനിക്ക് കാളേനെ വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം. ഇങ്ങനെ 300 ചില്ലുവാൻ പ്രാർത്ഥനകളാണ്. എനിക്ക് അത് വേണം, ഇത് വേണമെന്ന്. ചോദിക്കട്ടെ, ഇങ്ങനെ ചെറുപ്പത്തിലേ അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മടിയനായിട്ടിരിക്കാൻ പറ്റുമോ? ഇപ്പം എനിക്ക് ഊണ് കഴിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇവിടെ ഇരുന്ന് ആരെങ്കിലും വായിൽ വായിച്ചു തരുമോ? ഇല്ല. ഉണ്ടാക്കണ്ടേ? പോയി കഴിക്കണ്ടേ? വേണ്ടേ? അപ്പം എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. സങ്കല്പത്തിന് വലിയ ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ വലിയ സങ്കല്പങ്ങളെ ചെയ്യണം. അതാണ് പറയാനുള്ളത്. ഏറ്റില്ലേ? അല്ലാണ്ട് ഒഴുക്കപ്പെട്ടവരാവരുത്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ശരി, സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് അടുത്ത സെഷനോടുകൂടി കാര്യപരിപാടി തീരും. അടുത്ത സെഷൻ ഇവിടെ വേറൊരു മാമൻ വന്നെടുക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിഷയം വെച്ചാൽ അത് അതിനനുസരിച്ച്. അപ്പോൾ ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഇവിടുന്ന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും യജ്ഞപ്രസാദം തരണം എന്നാണ് പറഞ്ഞത്. അപ്പം എങ്ങനെയാത് വന്ന് വാങ്ങുക? എങ്ങനെയാണ് വന്ന് വാങ്ങുക? വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട്. അതിന് നിങ്ങൾക്കൊരു ചെറിയൊരു കഥ പറഞ്ഞു തന്നിട്ട് അവസാനിപ്പിക്കാം. നല്ല കഥയാണ്.
നിങ്ങൾക്ക് അറിയുന്ന കഥയാണെങ്കിൽ നിങ്ങൾ പറയണം. ഇത് ഈ അസുരന്മാർ വിഷ്ണുവിനോട് ഞങ്ങളെ എന്തായാലും പൂജിക്കാത്തതെന്ന് ചോദിച്ച കഥ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ആ ഇല്ല, ഉറപ്പാ? ഇവിടെ കെട്ടിയ കഥ, കൈ കെട്ടിയ കഥ ഇല്ല? എന്നാൽ അത് പറഞ്ഞു തരാം. ഉണ്ടോ? ആര് പറഞ്ഞു തന്നെ? ഇവിടുന്നാ പറഞ്ഞു തന്നെ? അത് കൂട്ടൂല. ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോന്നാ? ഇല്ല. കാരണം മറ്റത് വേറെ എവിടുന്നോ പറഞ്ഞു തന്നതാ. അതാരാ പറഞ്ഞു തന്നെ? അതും കൂടി വേണമല്ലോ അറിയാ. ആരാ പറഞ്ഞു തന്നെ? ആ കഥയൊക്കെ ഇങ്ങനെ പ്രചരിച്ച ഒരാൾ ഉണ്ടാക്കിയ കഥ പലരും പറഞ്ഞ് വ്യാപിക്കും. നല്ലതാ. ഈ കഥ നിങ്ങൾ കേൾക്കാമല്ലോ. അസുരന്മാരെ കേട്ടിട്ടില്ലേ? ദേവന്മാരെയോ കേട്ടിട്ടുണ്ട്. അപ്പം അത് അസുരന്മാർക്കൊരു സംശയം. എന്താ സംശയം? എല്ലാ മനുഷ്യന്മാരും ദേവന്മാരെയാണ് പൂജിക്കുന്നത്, ഞങ്ങളെ ആരും പൂജിക്കുന്നില്ല. എന്താ കാരണം? അവർ പോയി മഹാവിഷ്ണുവിനോട് സംശയം ചോദിച്ചു. എന്താ എല്ലാ മനുഷ്യന്മാരും ദേവന്മാരെ മാത്രം പൂജിക്കുന്നത്, ആരും ഞങ്ങളെ പൂജിക്കണില്ലല്ലോ എന്ന്? ഇത് പുരാണത്തിലൊന്നുമുള്ള കഥയല്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കിയ കഥയാ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പുരാണത്തിലും ഈ കഥയില്ല. ഇത് നിങ്ങൾ ഏത് പുരാണത്തിലാണെന്ന് ചോദിച്ചേക്കരുത്. ഒരു പുരാണത്തിലും ഇതില്ല. ഇല്ലാത്ത കഥയാ, കള്ളക്കഥയാ. അപ്പോൾ വിഷ്ണുവിനോട് ചോദിച്ചു, എന്താ ഞങ്ങളെ ആരും പൂജിക്കാത്ത? അപ്പോൾ വിഷ്ണു പറഞ്ഞു, നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ മറുപടി തരാം. 2 ആഴ്ച സമയം നിങ്ങൾ എനിക്ക് തരണം. ആ സമയം കൊണ്ട് ഇതിന് മറുപടി തരാമെന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിഷ്ണുദൂതന്മാർ എല്ലാ അസുരന്മാരുടെ അടുത്തും ക്ഷണിക്കാൻ വന്നു. എന്തിനാ? വിഷ്ണു വലിയൊരു സദ്യ തരുന്നുണ്ട് എല്ലാവർക്കും. വലിയ സദ്യ, നിങ്ങളെല്ലാവരും വരണം. അപ്പം ഇവർ സംശയം ചോദിച്ചതൊക്കെ ഇവർ മറന്നു കേട്ടോ. വിഷ്ണു അല്ലാണ്ടൊരു സദ്യ തരികയായിരിക്കും എന്ന് വിചാരിച്ചു. എല്ലാവരും വലിയ സന്തോഷമായി. കാരണം വിഷ്ണു സദ്യ തരിക എന്ന് പറഞ്ഞാൽ കേമാവില്ലേ സദ്യ? ഇല്ലേ? വിഷ്ണു സദ്യ തരിക എന്ന് പറഞ്ഞാൽ വലിയ വിഭവസമൃദ്ധമായ സദ്യയാവില്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടി പോവാൻ തയ്യാറായി. അങ്ങനെ അവർ കാത്തിരുന്ന് ആ ദിവസം ആയി. രാവിലെ ആയപ്പോൾ തിരക്ക് കൂട്ടി എല്ലാവരും പോവുക. എല്ലാവരും പോയി. അപ്പോൾ വിഷ്ണുവിൻ്റെ എവിടെയാ വിഷ്ണുവിൻ്റെ വീട്? വൈകുണ്ഠത്തിലാ? പാലാഴിയാ? പാലാഴിയിൽ ഒരു ഡ്യൂട്ടിയും ഇല്ല, വെറുതെ അങ്ങനെ കിടന്നുറങ്ങാം. വൈകുണ്ഠത്തിലാ? വൈകുണ്ഠത്തിൽ പോയ സമയത്ത് എന്താ ഇവർ തിരക്കി ബഹളം വെച്ച് അവനെ തട്ടി വീഴ്ത്തി ഇവനെ തട്ടി വീഴ്ത്തി അങ്ങനെ പോവുക. തിരക്കിട്ടിട്ട് പോയപ്പോൾ വലിയ ഹാളുണ്ട്, വലിയ ഹാൾ. അവിടെയാണ് സദ്യ നടക്കുന്നത്. അപ്പം ഇവർ തിരക്കി പോയപ്പോൾ പറഞ്ഞു, പറ്റില്ല, ക്യൂ ആയിട്ട് വരിയായിട്ട് പോകണം, ഈ ബഹളം കൂട്ടിയാലൊന്നും പറ്റില്ല. അപ്പം എല്ലാവരും വരിയായിട്ട് നിന്നു. ഒരു കഷ്ടമല്ലേ വരിയായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ? ഇടിച്ചു മറ്റവനെ വീഴ്ത്തി പോയാലൊരു സുഖമല്ലേ? അത് അസുരന്മാരെ ബുദ്ധിയാ. ദേവന്മാരെങ്ങനെയാ? വരിയായിട്ട് നിൽക്കും. അസുരന്മാർ ബഹളം കൂട്ടി ഒന്നായിട്ട്. അങ്ങനെ ഒരുവിധം ഹാളിൽ എത്തി എല്ലാവർക്കും ആസനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇരുന്ന് അപ്പോൾ ഓരോരുത്തർക്ക് വേഗം ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ്. അപ്പോൾ അനൗൺസ്മെൻ്റ് അവിടെ വന്നു. എന്താണ്? വിളമ്പിക്കഴിഞ്ഞ് മന്ത്രം ചൊല്ലിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ പകുതി വിഷമായി. ഇത് കിട്ടുമ്പോൾ വാരി കഴിക്കാമെന്ന് വിചാരിച്ചതാ. നോക്കുമ്പോൾ എല്ലാം വിളമ്പിക്കഴിഞ്ഞ് മന്ത്രം ചൊല്ലിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്നാ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യാറ്? ആണോ? അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. ഇവിടുന്നും പറഞ്ഞു തന്നില്ല? ഇല്ല. ശരി. അപ്പം മന്ത്രം ചൊല്ലിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ.
എന്തൊരു കഷ്ടം അത്. മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ഭക്ഷണം മുമ്പിൽ വിളമ്പിയിട്ട് കഴിക്കാൻ പറ്റാൻ ഞാൻ എന്തൊരു സങ്കടം എന്നൊക്കെ വിചാരിച്ചു. എന്നാലും എന്താ കഥ? ചോറ് ആദ്യം എന്താ വിളമ്പുക? അച്ചാർ ആദ്യം വിളമ്പുക? ആദ്യം വിളമ്പുക എന്താ? ചോറാ? ഇലയാ? ഇലയിൽ ചില നാട്ടിൽ ആദ്യം ഉപ്പ് വിളമ്പും, ഉപ്പ്. ചില നാട്ടിൽ ആദ്യം ചോറ് വിളമ്പിയിട്ട് പിന്നെ പരിപ്പ് വിളമ്പും. പല നാട്ടിൽ പല മാതിരിയാണ്. ഇവിടെ എന്താ ആദ്യം വിളമ്പുക സദ്യക്ക്? എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോറോ വറവോ ആദ്യോ? ശരി, ആയിക്കോട്ടെ. അപ്പം എന്തായാലും ശരി, എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. സദ്യക്ക് എന്തൊക്കെ ഉണ്ടാവും? ഓലൻ, പച്ചടി, കിച്ചടി, ഇതൊക്കെ അറിയോ സാധനങ്ങൾ? പിന്നെ കൂട്ടുകറി, പപ്പടം, സാമ്പാർ, കാളൻ, തോരൻ, അവിയൽ, സംഭാരം കുടിക്കാനല്ലേ, മോര്. പിന്നെ അതൊക്കെ അവസാനം. അതിന് മുമ്പ് എന്തൊക്കെ സാധനമുണ്ട്? ഉപ്പേരി, അത് തോരനാരോ പറഞ്ഞു നേരത്തെ. പുളിയും ചിഞ്ചിക്കറി, എല്ലാ സാധനവും ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ വിളമ്പി, എല്ലാം വിളമ്പി. ഇതിൻ്റെയൊക്കെ മണങ്ങനെ അടിക്കുമ്പോൾ വേഗം അരി കഴിക്കാനാ തോന്നുന്നത്. പക്ഷെ പാടില്ല, മന്ത്രം ചൊല്ലിയിട്ടല്ലേ പാടുള്ളൂ. അപ്പോൾ ആരോ അപ്പുറത്ത് മന്ത്രം ചൊല്ലിക്കൊടുത്തു. എന്തു നദിയോ വർഷന്തു വർജന്യാഹ സുവിഫല ഓഷധയോ ഭവന്തു അന്നവതാം ഓദനവതാം ആമിക്ഷവതാം യേഷാം ഭൂയാസം എന്നൊക്കെ പറഞ്ഞ് മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അല്ലെങ്കിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞു കഴിക്കരുത്. മന്ത്രം ചൊല്ലിയാൽ കഴിക്കാന്നല്ലേ പറഞ്ഞത്? വേറൊരു പ്രയോഗമുണ്ട്, എന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ. അതെന്ത് പ്രയോഗമാണ്? ഓരോരുത്തരുടെ മുമ്പിലും പെട്ടെന്ന് ഓരോ വിഷ്ണുദൂതന്മാർ വന്നു. എന്നിട്ട് രണ്ട് കൈയും നിവർത്തി വെക്കാൻ പറഞ്ഞു. നിവർത്തി വെച്ച് ഇവിടുന്ന് ഇതുവരെ ഒരു വടി, ഇവിടുന്ന് ഇതുവരെ ഒരു വടി, എന്നിട്ട് അത് കെട്ടി. എന്തോ കെട്ടട്ടെ, സാരമില്ല, നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചു. രണ്ട് കൈയും നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റുക? വളയണ്ടേ? ഇതിങ്ങനെ കുഴച്ചിട്ട് കൈ കണ്ട് വളയ്ക്കാൻ പറ്റുമോ? അടിയോടടി. യവനിവിടുന്ന് സാമ്പാർ തെറിപ്പിച്ച് മറ്റവൻ്റെ കണ്ണിൽ, അവനവിടുന്ന് അച്ചാറ് തെറിപ്പിച്ചിട്ട് എവൻ്റെ കണ്ണിൽ. നല്ല സുഖം ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവും? അപ്പൊ കണ്ണ് കാണില്ല, അടിയോടടിയാണ്. ഓരോരുത്തരപ്പോഴത്തേക്ക് ചോറിൽ തടഞ്ഞു വീണു, സാമ്പാറിൽ തടഞ്ഞു വീണ് ആകെ പ്രശ്നം. നിങ്ങളൊന്ന് മനസ്സ് കണ്ടു നോക്കൂ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അസുരന്മാര് ദേഹം മുഴുവൻ സാമ്പാറും ഉടുത്തതും പോയി. ആലോചിച്ച് നോക്കൂ. ഒക്കെ ഉരുണ്ട് പറഞ്ഞ എണ്ണമയുള്ള സാധനമല്ലേ, കറിയൊക്കെ ഒക്കെ വീണു. ആകെ പ്രശ്നം. ആർക്കും കണ്ണും കാണുന്നില്ല. ഉണ്ടോ? ആകെ പ്രശ്നമാണ്. പെട്ടെന്ന് അവിടെ മഹാവിഷ്ണു വന്നിട്ട് പറഞ്ഞു, ശരി, എല്ലാവരും ബഹളം കൂട്ടണ നിർത്തുക, അടിയൊക്കെ നിർത്തുക. ഇനി എൻ്റെ കൂടെ വരൂ, അപ്പുറത്തെ ഹോളിൽ പോവാമെന്നു. അപ്പുറത്തെ ഹോളിൽ പോകുമ്പോൾ എന്താ സ്ഥിതി? ശാന്തരായിട്ട് ഭക്ഷണം കഴിക്കുക ദേവന്മാർ. എങ്ങനെയാ കഴിക്കുന്നതാ? ഇത് കുഴച്ചിട്ട് അവൻ്റെ വായിൽ വെച്ചു കൊടുക്കും, അവൻ്റെ മുമ്പിലുള്ള കുഴച്ചിട്ട് അവൻ്റെ വായിൽ വെച്ചു കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നിങ്ങളെ ആരും പൂജിക്കാത്തതെന്ന്? എന്താ എല്ലാവരും ദേവന്മാരെ പൂജിക്കണമെന്ന് മനസ്സിലായോ? ഇവർ അടികൂടുകയാണെന്ന്. മറ്റവരോ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് സഹകരിച്ച് പരസ്പരം സഹായിക്കാം. ഇവൻ വാരിയിട്ട് അവന് കൊടുക്കുക, അവൻ വാരിയിട്ട് ഇവന് കൊടുക്കുക. എല്ലാവർക്കും ഭക്ഷണം കഴിച്ചൂടെ? മുട്ട് മടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് നമ്മളും ജീവിതത്തിൽ പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ യജ്ഞപ്രസാദം വാങ്ങാൻ എങ്ങനെയാണ് വരേണ്ടത്? ഒന്നായിട്ട് ബഹളം കൂട്ടിയിട്ട് അസുരന്മാരായിട്ടാണോ? അല്ല, ഓരോരുത്തരായി ദേവന്മാരായിട്ടാണ്. എങ്ങനെയാ?
ദേവന്മാരായിട്ട്. എന്നാ വരിക. ആ ശരി.